ഇബ്നു അൽ അറാബി റഹിമഹുല്ല പറഞ്ഞു, അഖ്സറുൽ ഖാസിരീന, നഷ്ടക്കാരിൽ ഏറ്റവും നഷ്ടക്കാർ, നഷ്ടം ബാധിച്ചവരിൽ തന്നെ ഏറ്റവും നഷ്ടക്കാർ എന്നുള്ളത് മൻ അബ്ദാ ലിന്നാസി സാലിഹ അഅമാലിഹി, ജനങ്ങളുടെ മുമ്പിൽ അവന്റെ സൽക്കർമ്മങ്ങളൊക്കെ അവൻ വെളിവാക്കും. ജനങ്ങളുടെ മുമ്പിൽ അവൻ നല്ല കുട്ടിയാണ്, നല്ല മനുഷ്യനാണ്, അവന്റെ ഇബാദത്തും അവന്റെ അഖ്ലാഖും ഒക്കെ കണ്ടാൽ അവൻ ഭയങ്കര മുത്തഖിയാണ്. ജനങ്ങളുടെ മുമ്പിൽ അവന്റെ സൽക്കർമ്മങ്ങളൊക്കെ അവൻ വെളിവാക്കും. വബാറസ ബിൽ ഖബീഹി മൻ ഹുവ അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, എന്നാൽ അവന്റെ ഖണ്ഡനാടിയേക്കാൾ അടുത്തുള്ള അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ വൃത്തികേടുകൾ പ്രകടിപ്പിക്കും. അള്ളാഹു മാത്രം കാണുന്ന സന്ദർഭത്തിൽ അവനോട് ഏറ്റവും അടുത്ത, അവന്റെ ഖണ്ഡനാടിയേക്കാൾ അടുത്ത അള്ളാഹുവിന്റെ മുമ്പിൽ അവന് അവന്റെ തിന്മകൾ ചെയ്യാൻ ഒരു മടിയുമില്ല. അങ്ങനെയുള്ള ആളുകളാണ് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന് ഇബ്നുൽ അറാബി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ഈ പറഞ്ഞ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമോ? നമ്മൾക്ക് പേടി അള്ളാഹുവിനെയാണോ ജനങ്ങളെയാണോ? നമ്മൾ ആരുടെ മുമ്പിലാണ് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യന്മാരായിട്ടുള്ളത്? ആളുകളുടെ മുമ്പിൽ നമ്മൾ നല്ലവരായിരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിലോ? അത് ശരിക്കും നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ സ്വയം ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, ഈ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി അത് നമ്മുടെ മനസ്സിൽ കയറിയാൽ മാത്രമേ രഹസ്യ ജീവിതം നന്നാക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞ വാചകം നോക്ക്. ഇഅ്ലം, നീ മനസ്സിലാക്കണം, അന്ന ഖൗഫക വദ്തിറാബ ഖൽബിക ഇൻദമാ തുഹർരികു الريح സിത്ര ബാബിക്, നിന്റെ പേടി, നിന്റെ ഹൃദയത്തിന്റെ ബേജാറ് എപ്പോ ഒരു കാറ്റ് വന്ന് നിന്റെ വാതിലിന്റെ മറ നീക്കിയാൽ ആ മറക്ക് പിന്നിൽ നീ തിന്മ ചെയ്യുകയാണ്, ആ മറക്ക് പിന്നിൽ ആരും കാണാതെ നീ തോന്നിവാസം ചെയ്യുകയാണ്. ഒരു കാറ്റ് വന്ന് ആ മറ നീക്കിയാൽ നിന്റെ മനസ്സ് എത്രത്തോളം ബേജാറാകും, എത്രത്തോളം നീ പേടിക്കും. ജനങ്ങൾ കാണുമെന്നുള്ള പേടിയാണ്, അതുകൊണ്ടാണ് മറക്ക് പിന്നിൽ ആ തിന്മ ചെയ്യുന്നത്. ആ മറയൊന്നൊരു കാറ്റ് വന്ന് നീക്കുമ്പോൾ നിന്റെ ബേജാർ എത്രത്തോളമുണ്ട്. അത് അഅ്ളമു മിനൽ ദംബ്, നീ ചെയ്യുന്ന തിന്മയേക്കാൾ ഗുരുതരമാണ് ആ പേടി. നിനക്ക് ആ പേടിയുണ്ടല്ലോ, ആളുകൾ കാണുമോ എന്നുള്ള പേടി. ഒരു കാറ്റ് വന്ന് നിന്റെ മറ നീക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മനസ്സിന്റെ ബേജാറുണ്ടല്ലോ, അത് നീ ചെയ്യുന്ന തിന്മയേക്കാൾ ഗുരുതരമാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇവന്റെ പേടി എത്രത്തോളമാണ്? അള്ളാഹു കാണുന്നുണ്ട്, ആ മറക്കുള്ളിൽ അവൻ ചെയ്യുന്ന തിന്മ എന്ന ബോധമല്ല, പക്ഷെ ഏതോ ഒരു സൃഷ്ടി കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആ മറ നീക്കുമ്പോൾ മറ്റാരൊക്കെയോ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ കാണുമോ എന്നുള്ള പേടി, അത് ഇവൻ ചെയ്യുന്ന ഈ തിന്മയേക്കാൾ ഗുരുതരമായ കാര്യമാണ്. അപ്പൊ അവന്റെ മനസ്സിൽ എന്താണുള്ളത്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു പേടി അവൻ ഒരു നിലക്കും സ്വാധീനിക്കുന്നില്ല. പക്ഷെ ഒരു സൃഷ്ടിയുടെ കണ്ണ് ഞാൻ ചെയ്യുന്ന തിന്മ കാണുമോ എന്നുള്ള പേടിയാണ്. എന്തൊരു പേടിയാണ് അവന് സൃഷ്ടിയെ. ആളുകൾ കാണുന്നുണ്ട് എന്നുള്ള ബേജാറ് അവന്റെ മനസ്സിനെ എത്രത്തോളം അസ്വസ്ഥമാക്കുന്നു. ഈ പേടിയുണ്ടല്ലോ, ഈ അസ്വസ്ഥത, ഈ മനസ്സിനെ ബാധിക്കുന്ന ഈ പേടിയുണ്ടല്ലോ, അത് ഈ ചെയ്യുന്ന തിന്മയേക്കാൾ ഗുരുതരമായ കാര്യമാണ്. അള്ളാഹുവിനെ പേടിക്കേണ്ടടുത്ത് അവൻ പേടിക്കുന്നില്ല, സൃഷ്ടികളെ അവൻ വല്ലാതെ പേടിക്കുന്നു. ആളുകൾ അറിയുക എന്നുള്ളതാണ് അവന്റെ പ്രശ്നം. ആരും അറിയാതെ തിന്മകൾ ചെയ്തു കൂട്ടുന്നു, പക്ഷേ അപ്പോഴൊന്നും അവന് പേടിയില്ല. ആരോ അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോ അവന്റെ പേടി വല്ലാത്തതായിപ്പോയി. അള്ളാഹു അറിയുന്നുണ്ടെന്നുള്ള ബോധം, അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധം അവന് ഒരു നിലക്കും സ്വാധീനിച്ചില്ല, അവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയില്ല. പക്ഷേ സൃഷ്ടികൾ ആരോ നോക്കുന്നു, അറിയുന്നു എന്നറിഞ്ഞപ്പോഴേക്ക് അവന്റെ മനസ്സാകെ ബേജാറായി. അപ്പൊ ആ ബേജാറും പേടിയും അവൻ ചെയ്യുന്ന തിന്മയേക്കാൾ ഗുരുതരമായ കാര്യമാണ്. അള്ളാഹുവിനെ പേടിക്കുന്നതിൽ കൂടുതൽ, അല്ലെങ്കിൽ സൃഷ്ടികളോടുള്ള പേടി അവന് അതിജയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതലായിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പേടിയും അവന്റെ മനസ്സിൽ ഇല്ലാതെ പോയിരിക്കുന്നു.